സാറേ, കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങളിൽ ഏറ്റവും അധികം വിമർശനം നേരിടുന്ന രണ്ടുപേർ, ഒന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്, മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു. ഇപ്പോൾ ആളുകളുടെ സംശയം, ഈ മന്ത്രിമാരിൽ ആര് ആദ്യം രാജിവെക്കും, അല്ലെങ്കിൽ ആദ്യം രാജിവെക്കണം? സാറിന് എന്താ തോന്നുന്നത്? എന്താ സെനിജിയുടെ അഭിപ്രായം? അല്ല, എൻ്റെ അഭിപ്രായം ഉണ്ട്. പക്ഷേ സാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് ഇവരെ ഒന്ന് വിലയിരുത്തുന്നത്? കാരണം ഇപ്പോൾ സംശയം എന്താ വെച്ചാൽ, ഈ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം വീണ ജോർജിൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും വലിയ മാറ്റമുണ്ട്. ഒരു അഹംഭാവം ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി ബിന്ദുവിൻ്റെ കാര്യം എടുത്താൽ, ഒരു കോളേജിൽ 20 വർഷത്തോളം ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്ത ആളാണ്. ആ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്ത ബിന്ദുവിൻ്റെ ചില പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുള്ള. അപ്പോൾ ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്നവർ സംസാരിക്കുന്ന രീതിയിലല്ല അന്ന് പറഞ്ഞത് ചില വാചകങ്ങൾ. അപ്പം ഗ്രാമാറ്റിക്കലി എന്തുമാത്രം പ്രശ്നമുണ്ട്, അവർ എന്താണ് കുട്ടികളെ പഠിപ്പിച്ചത്, അങ്ങനെയുള്ള 2 മന്ത്രിമാർ. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചത്. അതെ, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ബിന്ദു കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഉന്നത എന്നതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ, വകുപ്പിൻ്റെ കൂട്ടത്തിൽ ഈ ഉന്നതി ഇവർ പറയുന്ന ഒന്നിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം ഉണ്ടാക്കിയ ഫോർമുല വെച്ചിട്ടാണ് ഇത് ഏകീകരിച്ചത് എന്നാണല്ലോ ബിന്ദു മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു വിദഗ്ധോപദേശ സമിതിയുടെ ശുപാർശയൊക്കെ പിന്നീടാണെന്ന് സർക്കാരിന് കൊടുത്തത്. വിദഗ്ധ സമിതിയുടെ ശുപാർശയ്ക്ക് മുമ്പ് തന്നെ ഈ ഏകീകരണവും ഈ ഇവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഏകീകരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ഒരു 5 നിർദ്ദേശങ്ങൾ ആണ് ഇതിൻ്റെ മൊത്തം കൺട്രോളർ ആളുകൾക്ക് കൊടുത്തതെന്ന്. അതിൽ പറഞ്ഞിരുന്നത് തമിഴ്നാട് മോഡലൊക്കെ നമുക്ക് നോക്കാം, ഇങ്ങനെ ഓരോ ഇതനുസരിച്ചിട്ട്. അതല്ലാതെ ഈ ഏകീകരണം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അതാണ് കോടതി പിടിച്ചത്. ഒരു സയൻറ്റിഫിക്കായ ഒരു ഏകീകരണ നടപടിയല്ല. കാരണം 2011 മുതൽ തുടർന്നു പോരുന്നൊരു സംഭവമാണ്. ഒരു സമിതിയുടെ ശുപാർശ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് പക്ഷേ ഇതിനൊക്കെ ശേഷമാണ്, പ്രോസ്പെക്ടസും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഒക്കെയാണ്. അത് നടപ്പാക്കുകയാണെങ്കിൽ തന്നെ അടുത്ത കൊല്ലം പറ്റുള്ളൂ. പക്ഷെ അടുത്ത കൊല്ലം നടപ്പാക്കുമ്പോൾ തന്നെ ഇത് സയൻറ്റിഫിക് ആണോ എന്നുള്ള കാര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ ഏകീകരണം എന്നുള്ളതിനെ പറ്റി, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളതാണല്ലോ, അത് എന്തടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഏകീകരണം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ കേരള സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ പല സ്ഥലത്തും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരള സിലബസിൽ ഈ എല്ലാവർക്കും 100-ൽ 100 മാർക്ക് കിട്ടുന്ന പരിപാടിയല്ലേ അല്ലേ? അതല്ലേ കേരള സിലബസ് എന്ന് പറയുന്നത്. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് മുഴുവൻ അഡ്മിഷൻ കിട്ടുന്നു. അവിടുത്തെ ആളുകൾ തള്ളിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് വലിയ വിവാദമായിരിക്കുന്നത് ഇവിടുത്തെ ഈ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റം, വാരിക്കോരി കൊടുക്കുന്ന ഒരു ഉദാരമനസ്കതയൊക്കെ അവിടെ വലിയ വിഷയമായതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് വായിക്കുന്നുണ്ട്. പിന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ എൻട്രൻസ് വേറെ അല്ലേ, വേറെ എൻട്രൻസ് വന്നപ്പോൾ എല്ലാവരും തള്ളിപ്പോകുന്നുമുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലും അങ്ങനെയാണല്ലോ, എല്ലാവരും പാസ്സാക്കുക എന്നൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകാനോ മറ്റോ എന്തോ യോഗ്യതയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരെയും പാസ്സാക്കുന്ന പരിപാടി. അല്ലാതെ അർഹതയുള്ളവരോ യോഗ്യതയുള്ളവരോ മെറിറ്റല്ലേ എപ്പോഴും വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. മെറിറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകാനേ പാടില്ല എന്നാണ് ബിന്ദു മാഡം. ഇത് ബിന്ദു മാഡത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആ പാർട്ടിയുടെ പ്രശ്നമാണ്. കാരണം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ പഠിക്കുന്നതുമൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. ഈ സിലബസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും തരാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തോ ഒരു പാർട്ടി ഈ സംബന്ധമായ എന്തോ ആലോചന ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ PSC അംഗങ്ങൾക്ക് 3 ലക്ഷം രൂപയോ അല്ലേ, 4 ലക്ഷം, ഈ ശമ്പളം എന്തിനാ കൂട്ടിയത് ഇങ്ങനെ? കാരണം മന്ത്രിമാർക്ക് പോലും ഇല്ല, പ്രധാനമന്ത്രിക്കില്ല അല്ലേ ഇത്രയും ശമ്പളം, സുപ്രീം കോടതി ജഡ്ജിക്ക്. പിന്നെ എനിക്ക് തോന്നി ഈ പാർട്ടി അംഗങ്ങളിൽ നിന്ന് ലെവി കൊടുക്കണമല്ലോ, ശമ്പളത്തിൻ്റെ 20%
ഒക്കെ കൊടുക്കണമല്ലോ ലഭ്യമായിട്ട്. അപ്പോൾ പാർട്ടിക്ക് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. എന്തായാലും നന്മ ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ. അല്ല. PSC അംഗങ്ങൾക്ക് മാത്രം ഇത്ര, ഖജനാവ് കാലിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ ആരാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ബിന്ദു മാഡം തന്നെയാണോ എന്നൊരു, കാരണം അവരും ഒരു തുള്ളി ഹിറ്റ്ലറാണല്ലോ ബിന്ദു മാഡം. അപ്പോൾ അവർ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നേ, ഈ പാർട്ടിയിൽ ഇങ്ങനെ ചില സെക്രട്ടറിമാരൊക്കെ വിളിച്ച് ആജ്ഞാപിക്കുമല്ലോ പല സ്ഥലത്തും വിളിച്ചിട്ട്. അത് സഖാക്കള് സഹിക്കും, അത് കോടതിയും ഒന്നും സഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഇവരെ ആജ്ഞാപിച്ചതായിരിക്കും. അത് കേരള സിലബസിലുള്ളവർക്ക് കിട്ടാവുന്ന വിധത്തിൽ നിങ്ങൾ സൗകര്യമുള്ള പോലെ ചെയ്യും. പിന്നെ എന്താ ഇവർ തന്നെ പത്രലേഖകരോട് സംസാരിക്കുമ്പോൾ ഇനി കുട്ടികൾ കോടതിയിൽ പോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾ കോടതി ഞങ്ങൾ തോറ്റുപോയി, ഇനി കുട്ടികൾ കോടതിയിൽ പോയിട്ട് അവതാ പറഞ്ഞാലേ എനിക്ക് എൻ്റെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്, കോടതി രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പ്ലേറ്റ് മാറിയില്ലേ സംഗതി. മര്യാദയ്ക്ക് വേറെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വേറെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ CBSE, കാരണം എന്താണെന്ന് വെച്ചാൽ CBSEയിൽ മെറിറ്റാണ് നോക്കുന്നത്, കേരളത്തിൽ മെറിറ്റ് നോക്കുന്നില്ല. മെറിറ്റ് എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. അതാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്, ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറായി. അത് താറുമാറാക്കിയതിൽ ഈ CPM-നുള്ള പങ്ക് വളരെ വലുതാണ്. പിന്നെ മറ്റേ മാഡം വീണ മാഡം അടുത്ത കാലത്ത് ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ നിന്നോ മറ്റോ വന്നപ്പോൾ വിമാനത്താവളത്തിൽ എന്തോ പരിശോധന മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വിസമ്മതിച്ചു. അപ്പോൾ അത് ബീഹാറിയായ ഏതോ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു, അവർക്കറിയില്ലല്ലോ ഇത് മന്ത്രിയാണെന്നുള്ളത്. അപ്പോൾ ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് വിസമ്മതിച്ചു. അപ്പം മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നു, അയാളും മലയാളിയല്ല, നിർബന്ധപൂർവ്വം ബാഗ് മേടിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ആദ്യം അവർ ബാഗൊന്നും പരിശോധിക്കാൻ പറ്റില്ല, ആദ്യമേ എന്നെ പരിശോധിക്കാൻ പറ്റില്ല, ഞാൻ മഹതിയാണ് എന്നുള്ള നിലപാടെടുത്തു. അത് പാർട്ടിയിൽ ഈ പ്രമാണിത്വം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. മുകളിൽ നിന്നുള്ളവര് താഴെ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണെങ്കിലല്ലേ പ്രോലിറ്റേറിയറ്റിന്റെ പാർട്ടിയാവുള്ളൂ. ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണെന്നാണ് പാർട്ടി പരിപാടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ മുകളിലെ ആള് പ്രമാണിയായിരിക്കുമല്ലോ ഇങ്ങനെ ആജ്ഞാപിക്കുന്ന. പാർട്ടിയിൽ ആജ്ഞാപിക്കുന്ന പരിപാടി ഇപ്പൊ വീണ ജോർജും പഠിച്ചുപോയി അല്ലേ, കുറെ കാലം പാർട്ടിക്കാരുടെ കൂടെ നടന്നിട്ട്. അങ്ങനെ ഇവരോട് ആജ്ഞാപിച്ചു, എന്റെ ഭാഗമൊന്നും അങ്ങനെ പരിശോധിക്കാൻ പറ്റില്ല, പിന്നെ ബാഗ് പരിശോധിക്കാൻ നോക്കിയപ്പോ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ തരും എന്ന് ഇവരോട് പറഞ്ഞു. ഇവരാരെ? കസ്റ്റംസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അല്ലേ അല്ലേ? നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന പറഞ്ഞിട്ട് ബാഗ് അവിടെ ഇട്ടിട്ട് പോയിന്ന്. അപ്പൊ ഈ കസ്റ്റംസ് ഇൻസ്പെക്ടർ കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കും, ഔദ്യോഗിക വസതിയിൽ നിന്നുള്ള ധാരണയാണ് ഈ മാതിക്ക്. ആരും കൊണ്ടുപോയില്ല. അത് മാത്രമല്ല, ഈ ബീഹാറിലെ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് മിനിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ മേലുദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണ്? അപ്പം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശമ്പളം തരുന്നല്ല, നിങ്ങളെ ഇവിടെ നിയമിച്ചേക്കുന്നത് പ്രസിഡന്റിന്റെ കീഴിൽ, ഇന്ത്യൻ പ്രസിഡന്റാണ് ഇതിന്റെ തലപ്പത്ത്. നിങ്ങൾക്ക് ഒരാളെ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ പരിശോധിക്കണം, ആരെയും പേടിക്കണം എന്ന് പറയും. ആരെയും പേടിക്കാതെ അവർ പരിശോധിക്കുന്നു. ഈ ബാഗ് കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ ആരും ബാഗ് കൊണ്ട് കൊടുക്കുന്നില്ല. അവസാനം മന്ത്രിയുടെ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ആരോ വന്ന് ബാഗ് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ ധാർഷ്ട്യമൊക്കെ? ഇതൊക്കെ ഒരു നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉള്ളതല്ലേ? സെക്യൂരിറ്റി ചെക്കിങ് വേണം, ബാഗ് പരിശോധിക്കണം, ഓക്കെ. ഇവർക്ക് നിയമം വിഷയമല്ലല്ലോ. ഇപ്പൊ ഈ പരീക്ഷയുടെ പരീക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്, ഈ ധാർഷ്ട്യമാണ് അതിൻ്റെ അകത്തെ. നിങ്ങൾ ഇങ്ങനെ ചെയ്യേ, അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്ക്. പ്രോസ്പെക്ടസിൽ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, നമുക്കിപ്പോഴാ പിന്നെ കിട്ടിയതെന്ന് നമുക്ക് കോടതിയിൽ പറയാം. ഇതേ ധാർഷ്ട്യം തന്നെ ഇവർ കോടതിയിൽ വാദിക്കുന്നവരടുത്തും പ്രയോഗിക്കുകയും. പക്ഷെ കോടതിയിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ വക്കീലുണ്ടല്ലോ, സർക്കാരിൻ്റെ വക്കീൽ, AG ഒക്കെ, ഞങ്ങൾ അവിടെ ബഹുമാനത്തോടു കൂടി മര്യാദയ്ക്ക് ഞങ്ങൾ വേറെ ചെയ്തോളാം എന്നൊക്കെ പറയുകയും ചെയ്യും. കാരണം ഇവർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, തിരിച്ചടി എന്ന് പത്രത്തിലും കാണാം. പ്രശ്നം ഈ വിവരമില്ലായ്മ, ധാർഷ്ട്യം. സത്യത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കേരള വർമ്മ കോളേജ് മൊത്തത്തിൽ ഭരിച്ചിരുന്ന സ്ത്രീ അവരെ
ദേവസ്വം ബോർഡിന്റെ വകയല്ലേ. അതെ. അപ്പോൾ പാർട്ടിക്കാരി എന്നുള്ള നിലയ്ക്ക് അല്ലേ, പാർട്ടി നേതാവിന്റെ ഭാര്യ നിലയ്ക്ക് അന്ന് MLA ഒന്നും ആയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അന്ന് മന്ത്രിയില്ല, ഒന്നുമില്ല. പിന്നെ മാത്രമല്ല വൈസ് പ്രിൻസിപ്പളോ എന്താ. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് PhD ഉള്ളതാണ്, JNU യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് കേൾക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടില്ലേ, കുറെ കാര്യങ്ങൾ എടുത്ത് എൻ്റെ തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കില്ല ഇത്രയും വർഷം ഐ ആം ക്യാരിങ് ദ പ്രോസ്പെക്ടസ് ഇൻ മൈ പോക്കറ്റ് എന്നുള്ള മട്ടിലാണ് അവർ നടന്നത്. അതിൻ്റെ തിരിച്ചടി ഇപ്പം കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു തോന്നലുണ്ടാവില്ല, ഈ മന്ത്രി എന്താ കാണിക്കുന്നത്, ബിന്ദു എന്താ കാണിക്കുന്നത്, വീണ ജോർജ് മന്ത്രി എന്താ കാണിക്കുന്നത്, ജനങ്ങൾ അത് കൃത്യമായിട്ട് നോക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തില്ലേ? പിണറായി വിജയൻ ഇത്തവണ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവ പരിചയമുള്ള ഒരുത്തനും എൻ്റെ മന്ത്രിസഭയിൽ വേണ്ട. ഈ ഒന്നും തിരിയാത്ത പോഴന്മാർ മാത്രമാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം നടക്കും. അപ്പം ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ലേ, ഞാൻ മാത്രം മതി, ബാക്കിയുള്ളവർ മുഴുവൻ ഞാൻ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഈ ധാർഷ്ട്യം തുടങ്ങുകയാണ്. അപ്പം പിന്നെ നമ്മൾ ചോദിച്ചു, സിനുജി ആദ്യം എന്നോട് ചോദിച്ചത് ആദ്യം ആര് രാജിവെക്കണം എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിൽ ആരും വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നില്ലെന്ന്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മൊത്തം മന്ത്രിസഭ രാജിവെച്ചു പോയാൽ അത്രയും നല്ലത്. പിന്നെ ഇവർ ആരാദ്യം എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണല്ലോ, അസംബന്ധമല്ലേ. രണ്ടെണ്ണം ഒന്നിച്ചു പോട്ടെ എന്ന്. ഒരു മന്ത്രിസഭ അഴിച്ചുപണി നടത്തിയിട്ട് വിവരമുള്ള ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ, സഖാക്കളുണ്ടെങ്കിൽ എടുത്തു വെക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഇപ്പം നടക്കുന്നത് വേറൊരു തമാശയുണ്ട്. മറ്റേ ഉന്നതമല്ലാത്തത് ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നില്ലേ, ഒരുപാട് പേര് ഇപ്പം അപ്പൂപ്പ അപ്പൂപ്പ എന്ന് വിളിച്ച് കിടക്കുന്നുണ്ട് ഇല്ലേ. ശിവൻകുട്ടി പിള്ളേർക്ക് എഴുതുമോ എന്തൊക്കെയോ. അത് അങ്ങനെ ഒരു ലോവർ ലെവലിലുള്ള വിദ്യാഭ്യാസം അങ്ങനെ നടക്കുന്നു. ആകെ ഒരു കെട്ട് കാഴ്ച ആണ് ഈ മന്ത്രിസഭ എന്ന് പറയുന്നത്. ഇതിങ്ങനെ നടക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.